പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഊർജ്ജസ്വലരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. നമ്മുടെ പാർലമെന്റ് ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം വഖഫ് ഭേദഗതി നിയമം പാസാക്കിയിരിക്കുകയാണ്. അതിനെതിരെ ഏകദേശം 140ഓളം ഹർജികൾ പരമോന്നത കോടതിയിൽ എത്തി. അതിന്മേൽ കോടതി വാദം കേൾക്കുകയും ചെയ്തു. ഇന്ത്യ രാജ്യത്ത് വഖഫ് ഭേദഗതി അത് ഭേദഗതി ചെയ്തുകൊണ്ടൊരു ചർച്ച വരുമ്പോൾ തന്നെ എന്താണ് അതിന്റെ അപകടം എന്ന് ഇന്ത്യയിലെമ്പാടും പതിനായിരങ്ങളെയും അതിൽ മുകളിൽ ലക്ഷങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തിയൊരു പാർട്ടിയാണ് SDP. ഇത് കേവലമായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു ഭീകര നിയമമായി ഇത് മാറുകയും ചെയ്യും. കഴിഞ്ഞ ഫെബ്രുവരി മാസം 17-ാം തീയതി കൊല്ലത്ത് ഏകദേശം 50,000-ത്തിലധികം ആൾക്കാരെ അണിനിരത്തിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിൽ ഈ ബില്ല് പാസ്സാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ജനസാഗരത്തെ അണിനിരത്തിക്കൊണ്ട് സമ്മേളനം നടത്തി. 1 ലക്ഷത്തോളം ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് 19-ാം തീയതി 2 ദിവസത്തിന് ശേഷം മലപ്പുറത്ത് വഖഫ് സംരക്ഷണ റാലി പൊതുസമ്മേളനവും നമ്മൾ സംഘടിപ്പിച്ചു. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ, ബീഹാറിൽ പൂർണിയയിൽ, ആന്ധ്രാപ്രദേശിൽ നന്ദിയാൽ എന്ന് പറയുന്ന പ്രദേശത്ത്, അങ്ങനെ ഇന്ത്യയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ രാജ്യത്ത് അപകടകരമായൊരു നിയമം പാർലമെന്റ് പാസ്സാക്കാൻ പോകുന്നു. അതുകൊണ്ട് അത് നിലപാട് പറയാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പക്ഷവുമായി ഞങ്ങൾ രംഗത്ത് വരും. എന്താണ് ഈ നിയമത്തിന്റെ കാതൽ? നമുക്കറിയാം, സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കഴിഞ്ഞയാഴ്ച നടന്ന വാദങ്ങളിൽ സുപ്രീം കോടതിയിലെ സർക്കാർ അഭിഭാഷകനെ തോൽപ്പിക്കുന്നതിനും ഇത് സ്റ്റേ ചെയ്തില്ലെങ്കിലും ഇത് താൽക്കാലികമായി മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഉത്തരവാണ്, ഇടക്കാല പരാമർശമാണ് സുപ്രീം കോടതി ഭാഗത്തുണ്ടായത്. എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുകൂലമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്. രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന പറയുന്നു ആർട്ടിക്കിൾ 14 രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യനീതി നടപ്പാക്കണം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഫോർ ലോ ബിഫോർ ലോ, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ രാജ്യത്ത് തുല്യരാണ്. രാജ്യത്തെ ഏത് സമുദായത്തിലും, ഏത് മതത്തിലും, ഏത് വിശ്വാസത്തിലും, ഏത് അനുഷ്ഠാനത്തിലും ജീവിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് തുല്യരാണെന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന്, ആ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം എന്ന് രാജ്യത്ത് സുപ്രീം കോടതി വരെ പറയുമ്പോൾ മെയ് 5-ന് വീണ്ടും അത് വാദം കേൾക്കാനിരിക്കുമ്പോൾ പ്രത്യാശയോടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ നോക്കിക്കൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ, അത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും രാജ്യത്തെ മുഴുവൻ ജനതയും രാജ്യത്തെ നിയമത്തിനെടുത്ത് കാറ്റിൽ പറത്താൻ, കടലിലേക്ക് എറിയാൻ സുപ്രീം കോടതിക്ക് കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. നമുക്കറിയാം, പൗരത്വ നിയമം ഇവിടെ പാസാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങളൊന്നും കേവലമായ നിയമങ്ങളല്ല. ഒരു പ്രത്യേകമായ സാമൂഹ്യ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ അവരെ ഡിമോറലൈസ് ചെയ്യാൻ, അവരെ നാട് കടത്താൻ, അവരെ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് അയക്കാൻ, അവരെ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരാക്കാൻ, അവർക്ക് പൗരത്വം നിഷേധിക്കാൻ രാജ്യത്ത് മെനഞ്ഞുണ്ടാക്കിയ നിയമങ്ങളാണ്. ചരിത്രത്തിൽ ഇതിന് മാതൃകയുണ്ട്. അപകടകരമായ മാതൃക നമ്മുടെ ചരിത്രത്തിലുണ്ട്. 1933 മുതൽ 39 വരെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കി എന്ന് പറയുന്ന ഹോളോകോസ്റ്റിന്റെ നാട്ടിൽ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഭീകരനായ ആര്യവംശത്തിന്റെ രക്തത്തിൽ മഹിമ കണ്ടെത്തിയ ആൾ, ആര്യവംശമുള്ളവരെ എല്ലാവരെയും ആര്യനിസം എന്ന് പറയും, ആര്യനിശേഷൻ. ആ പ്രോജക്ടിന്റെ ഭാഗമായി ആര്യന്മാരുടെ രക്തമല്ലാത്ത എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും
ജർമ്മനിയിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1933 മുതൽ 39 വരെ ജർമ്മനിയിൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങളുടെ മാതൃകയാണ് ദൗർഭാഗ്യവശാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടന നിലവിലുള്ള ബാബാസാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ നിർമ്മിച്ചുണ്ടാക്കിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാതലായ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലുള്ളപ്പോൾ 2014 മുതൽ കഴിഞ്ഞ 11 വർഷക്കാലമായി ഇന്ത്യയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂറംബർഗ് നിയമങ്ങൾ എന്നാണ് അതിന്റെ ചരിത്രത്തിൽ പറയുന്നത്. നമുക്കറിയാം, ആര്യന്മാരല്ലാത്ത ജൂതന്മാരെ അവിടെ ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതേ മാതൃകയിലാണ് പൗരത്വ നിയമമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം ആര്യന്മാരല്ലാത്തവർ പൗരന്മാരല്ല എന്ന് പറയുന്ന പൗരത്വ നിയമം ആദ്യം സിവിൽ സർവീസിലാണ് തുടങ്ങിയത്. പിന്നെ സൈന്യത്തിൽ, പിന്നെ പോലീസിൽ റീസ്റ്റോറേഷൻ ഓഫ് ലോ ഓഫ് റീസ്റ്റോറേഷൻ ഇൻ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിയമം നടപ്പിലാക്കുന്നത്, ന്യൂറംബർഗ് നിയമം. ആ നിയമത്തിൽ ഈ ജൂതന്മാർ വേട്ടയാടിയപ്പോൾ ജൂതന്മാരായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ, നിങ്ങൾ ഇനി മുതൽ ഡോക്ടർമാരായി സേവനം അനുഷ്ഠിക്കേണ്ട എന്ന നിയമം ഉണ്ടാക്കിയപ്പോൾ, ജൂതന്മാരായ മക്കൾ വിദ്യാഭ്യാസം ചെയ്യേണ്ട എന്ന നിയമം ഉണ്ടാക്കിയപ്പോൾ ജൂതന്മാർക്ക് മാത്രമായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചവരുണ്ട്. ക്രൈസ്തവരുണ്ട് എന്ന് വിചാരിച്ച കമ്മ്യൂണിസ്റ്റുകളുണ്ട്, എന്ന് വിചാരിച്ച സോഷ്യലിസ്റ്റുകളുണ്ട്, എന്ന് വിചാരിച്ച കറുത്തവരുണ്ട്, എന്ന് വിചാരിച്ച രാജ്യത്തെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾപ്പെട്ട പലരുമുണ്ട്. ജിപ്സികൾ അടക്കം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജിപ്സികളെ നമുക്ക് കാണാം. അവരുടെ നാടായിരുന്നു ജർമ്മനി. ജിപ്സികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പികൾ എന്നൊക്കെ വിളിക്കുന്നത് പോലെ വീടും നാടുമില്ലാതെ ആയിരുന്ന ഒരു സമൂഹമാണ് ലോക ചരിത്രത്തിൽ നിന്ന്. ആ ജിപ്സികളോട് പോലും കൃത്യമായി നിങ്ങൾ ആര്യ രക്തമല്ല, അതുകൊണ്ട് വംശശുദ്ധി ഇല്ലാത്തവരാണ്, അതുകൊണ്ട് നിങ്ങൾ രാജ്യത്തടിമകളാണ്. അങ്ങനെയാണ് ഹോളോകോസ്റ്റ് എന്ന സംഭവത്തിലേക്ക് 60 ലക്ഷം ആൾക്കാരെ ഗ്യാസ് ചേമ്പറിട്ട് ചുട്ടുകൊന്ന വംശവിദ്വേഷത്തിന്റെ, വംശവരിയുടെ, വംശീയ ഉന്മൂലനത്തിന്റെ സിദ്ധാന്തം ജർമ്മനിയിൽ നിയമമായി നടപ്പിലാക്കിയത് ഇതുപോലുള്ള നിയമം കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പൗരത്വ നിയമം വന്നപ്പോൾ എന്തേ പൗരത്വ നിയമത്തിന് അലകും പിടിയും എവിടെയാ? ഇന്ത്യയുടെ തെരുവുകൾ പ്രസരിപ്പോടെ രാജ്യത്ത് അംബേദ്കർ സ്ക്വയറുകൾ, ആസാദി സ്ക്വയറുകൾ, ഡൽഹിയിൽ ഇന്ത്യയുടെ തെരുവീതികളിൽ അതിശക്തമായ പ്രക്ഷോഭമുണ്ടായി. ആർക്കാണ് പൗരത്വം കൊടുക്കുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ പൗരത്വത്തിൽ മതം ഒരു മാനദണ്ഡമാകുക. ഇന്ത്യ രാജ്യത്തെ പൗരത്വത്തിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും മതം ഒരു മാനദണ്ഡമായിട്ടുണ്ടോ? ആ മതം മാനദണ്ഡമാക്കി എങ്കിൽ പാകിസ്ഥാനിലുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ള അവിടുത്തെ അഹമ്മദീയ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ലേ? അവർക്കെന്താണ് രാജ്യത്ത് അതിന്റെ പരിധിയിൽ വരാനുള്ളത്? ശ്രീലങ്കയിലുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളടക്കമുള്ള ശ്രീലങ്കയിലെ ഇന്ത്യക്കാരെ എന്തുകൊണ്ടാണ് പൗരത്വത്തിന്റെ ആ നിയമത്തിന്റെ ബാധകമാക്കിയില്ല? പക്ഷെ മുസ്ലിങ്ങളെ കൃത്യമായി അത് 6 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന 6 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് മതം ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് ലോകത്തെ നാണം കെട്ട അതിഭീകരമായ നിയമം പടച്ചുണ്ടാക്കാൻ നടത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് NRCയും അതുപോലെ തന്നെ CAയും നടപ്പിലാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. അത് തുടങ്ങിയുള്ള നിയമങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. മുത്തലാഖ് നിയമം, ഈ രാജ്യത്തൊരു സിവിൽ കോഡുണ്ട്. ഈ രാജ്യത്ത് ഇപ്പോഴാണ് BNS വന്നത്, ഭാരതീയ ന്യായ സംഹിത. അതിനുമുണ്ട് IPC ഉണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്. ഈ രാജ്യത്തിലെ ഒരുപാട് നിയമ സംവിധാനങ്ങൾ രാജ്യത്തുണ്ട് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ. പക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം മൂന്ന് ഭാര്യമാരെ തള്ളി മുത്തലാഖ് ചെല്ലുന്നവരെ അവരെ നിയമത്തിന് മുന്നിൽ ജയിലിലടയ്ക്കാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വിവേചനപരമല്ലേ? ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനം. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദു കോഡ് എന്ന് പറയുന്ന ഒരു ബില്ല് 1951 നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യയിൽ പാസ്സാക്കാൻ നടത്തുമ്പോൾ രാജ്യത്ത് സതി സമ്പ്രദായം അടക്കമുള്ള ഒരുപാട് സമ്പ്രദായങ്ങളോട് അടിച്ചമർത്തപ്പെട്ട ഇന്ത്യയിലെ ഹൈന്ദവ സ്ത്രീകളെ, ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ഹൈന്ദവ സമൂഹത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ വിഭാഗങ്ങളെ, സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് ഒരു നീതി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു കോഡ് ബില്ല് രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തവരാണ് ഇന്ന് രാജ്യത്ത് വിവേചനപരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഏക സിവിൽ കോഡിലേക്ക് അവർ പോകുന്നു. ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു രാജ്യം, ഒരു പ്രധാനമന്ത്രി. എന്താണിത്? വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ സൗന്ദര്യം, വ്യത്യസ്തതകളാണ് രാജ്യത്തിന്റെ സൗന്ദര്യം. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ദിവസമാണ് 25-ാം തീയതി, ഈ മാസം അവസാനമാണ്, 2 ദിവസങ്ങൾക്ക് മുമ്പാണ്
NCERT എന്ന് പറയുന്ന പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റി മുഗളന്മാരുടെ 6 നൂറ്റാണ്ടിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ട. ഗോൾവാൾക്കറുടെയും ഖഡ്ഗവാറുടെയും സഹയാത്രികനായിരുന്ന ബ്രാഹ്മണ മേധാവിയായിരുന്ന ചിത്പവൻ ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം അങ്ങ് ഇറ്റലിയിൽ പോകുന്നുണ്ട് മുസോളിനിയെ കാണാൻ. RSS ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇതേ സമാന സ്വഭാവത്തിൽ RSSന്റെ ബാലസംഘം പോലെ, RSSന്റെ ബാലഗോകുലം പോലെ, RSSന്റെ വിദ്യാർത്ഥി സംഘടന പോലെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ അവർ വന്ന് ഈ പ്രത്യശാസ്ത്രം പഠിച്ചുണ്ടാക്കുന്നത്. 1933 ഈ ന്യൂറംബർഗ് നിയമങ്ങൾ അവിടെ പാസ്സാക്കുമ്പോൾ ഈ നിയമം മാത്രമല്ല, ഒരുപാട് നിയമങ്ങൾ ഇതേപോലെ സ്വത്ത് കവർന്നെടുക്കുന്ന നിയമം ഹിറ്റ്ലർ ഉണ്ടാക്കി. സ്വത്ത് സമ്പാദിക്കാൻ അവകാശമില്ല ജൂതന്മാർക്ക്, സ്വത്ത് കൈവശം വെക്കാൻ അവകാശമില്ല ജൂതന്മാർക്ക്, അവരുടെ സ്ത്രീകൾക്ക് സ്വത്ത് സമ്പാദിക്കാൻ അവകാശമില്ലാത്ത നിയമം ഉണ്ടാക്കി. അങ്ങനെ നിയമങ്ങൾ 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 ഭീകര നിയമങ്ങൾ. ആ സമയത്താണ് നാം അഥവാ നമ്മുടെ നമ്മുടെ ദേശീയതയെ നമ്മൾ നിർവചിക്കുന്നു. അവർ നേഷൻ ഡിഫൈൻ എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ പുസ്തകം ഇറങ്ങുന്നത് ചരിത്രത്തിലെടുത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു നരേന്ദ്രമോദിയുടെ, ഏതെങ്കിലും ഒരു മോഡിയുടെ, അല്ലെങ്കിൽ ഒരു അമിത്ഷയുടെ, ഏതെങ്കിലും ഒരു RSSകാരന്റെ തലയിലിരിക്കുന്ന ഏതെങ്കിലും നൂതനമായ ആശയമല്ല. വി ഓർ അവർ നേഷൻ ഡിഫൈൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ വിദേശികളായ ക്രൈസ്തവരും വിദേശികളായ മുസ്ലിങ്ങളും വിദേശികളായ മതങ്ങൾ ആരെല്ലാം ഉണ്ടോ അവർ ഈ രാജ്യത്തിൽ ലയിക്കണം, ഹിന്ദുത്വയിൽ ലയിക്കണം, ലയിച്ചു ചേരണം. അവരുടെ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അവർ ലയിച്ചു ചേരണം. അതല്ല എങ്കിൽ ഭാരതാംബയുടെ കണ്ണിലെ കരളായ ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കും എന്ന് പറയുന്ന പുസ്തകമാണ് ഗോൾവാൾക്കർ എഴുതിയത്. കേരളത്തിൽ പോലും എഡ്കേവാറിന്റെ പേരിൽ സ്ഥാപനം ഉണ്ടാക്കാൻ പോവുകയാണ് RSSകാർ. എഡ്കേവാർ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? VD സവർക്കർ എന്താണ് പറഞ്ഞത്? ഞാൻ അവരുടെ ഒന്നും പ്രഭാഷണങ്ങളിലേക്കോ അവരുടെ പുസ്തകങ്ങളിലേക്കോ പോകുന്നില്ല. അവരെല്ലാം പറഞ്ഞത് രാജ്യത്ത് ഒന്നാമത്തെ ശത്രു അത് മുസ്ലിമാണ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകളാണ്. അവരെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യം വീണ്ടെടുക്കണം. ഏത് ഇന്ത്യ രാജ്യമാ? ഇന്ത്യ രാജ്യം 1949 നവംബർ മാസം 26 രാജ്യത്ത് ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് 25 ഡോക്ടർ BR അംബേദ്കർ ഡിഫൈൻ ചെയ്യുന്നത്. അതുവരെ 500-600 നാട്ടുരാജ്യങ്ങളായിരുന്നു നമുക്കറിയാം. ആ നാട്ടുരാജ്യങ്ങളിൽ അടിമത്തം അനുഭവിച്ച, ചൂഷണം അനുഭവിച്ച, മനുഷ്യാവകാശമില്ലാതെ മൃഗങ്ങളെക്കാൾ മൃഗീയമായി വേദനിച്ച മനുഷ്യരെ ഇന്ത്യൻ ഭരണഘടനയിലൂടെ രാജ്യത്ത് തുല്യതയുണ്ടാക്കി എന്നതാണ് ഡോക്ടർ BR അംബേദ്കറുടെ പ്രസക്തി. എങ്കിൽ ആ ഭരണഘടനയുടെ ആപ്തവാക്യങ്ങളെ ഇന്ത്യ രാജ്യത്തെ തകർത്തു തരിപ്പണമാക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു, ഈ ഭരണഘടന ഞങ്ങളുടേതല്ല, ഈ ദേശീയപതാക ഞങ്ങളുടേതല്ല, കാവ്യാണ് ഞങ്ങളുടെ, സഫറോണാണ് എന്ന് ഈ സവർക്കറും ഗോൾവാൾക്കറും ഒക്കെ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ഭരണഘടന ഈ രാജ്യത്തിന്റേതായ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി, ഫ്രട്ടാലിറ്റി, ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. ശരിയാണ്. ഹിന്ദുത്വം എന്ന് പറയുന്ന, ഹിന്ദു മതത്തെയല്ല ഞാൻ പറയുന്നത്, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം, ഹിന്ദുത്വം എന്ന പുസ്തകം 33 സവർക്കർ എഴുതുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അതിൽ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിൽ ഈ രാജ്യത്ത് ആദിവാസിയുണ്ടോ എന്ന ചോദ്യമാണ്. ഹിന്ദുത്വ എന്ന ആശയത്തിൽ ഇന്ത്യയിലെ ദളിതരുണ്ടോ? 35 കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരുണ്ടോ? ഇന്ത്യ രാജ്യത്തെ 52% ഇന്ത്യയിലെ പിന്നോക്ക ജനസംഖ്യ. ആശാരി, മൂശാരി, കൊല്ലനും, തട്ടാനും, ഈഴവനും രാജ്യത്തെ മുസ്ലിങ്ങൾ അടക്കം മുസ്ലിങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഏകദേശം 35% വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക സമൂഹം എന്ന് പറഞ്ഞാൽ 40 കോടിയോളം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക സമൂഹം. എവിടെയാണ് ഈ രാജ്യത്ത് ഹിന്ദുത്വയിലുള്ളത്? RSSകാർ മറുപടി പറയണം. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രന് പോലും ഈ രാജ്യത്ത് നീതി കിട്ടിയിട്ടില്ല. ശൂദ്രഭവനത്തിൽ കേരളത്തിൽ ഒരു ആണോ പെണ്ണോ ജനിച്ചാൽ അവർക്ക് അച്ഛ എന്ന് വിളിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിൽ സമർപ്പിച്ചത് 1940-കളിൽ. നിങ്ങൾക്കറിയുമോ? എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിക്കാൻ കഴിയാതെ, ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ, രാജ്യത്ത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാതെ, പൊതുവഴിയിലൂടെ നടക്കാൻ കഴിയാതെ, മനുഷ്യാവകാശങ്ങളൊന്നുമില്ലാതെ, നായ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഇല്ലാത്ത അവകാശങ്ങൾ, അവർക്കുള്ള അവകാശങ്ങൾ പോലും നിഷേധിച്ച ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്
ശൂദ്രന് പ്രമോഷൻ കിട്ടി, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ അവരുടെ താഴെ നിൽക്കാൻ വൈശ്യനുമില്ല കേരളത്തിൽ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ശൂദ്രനേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ശൂദ്ര സമൂഹങ്ങൾ മുന്നേറിയത്. എന്ന് പറഞ്ഞാൽ ശംഭുകൻ എന്ന് പറയുന്ന ഒരു ശൂദ്രന്റെ തലയടുത്ത് സരയൂ നദിക്കരയിലെറിഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ പേരിൽ. അങ്ങയുടെ ചരിത്രം കേരളത്തിലുണ്ടല്ലോ. നിങ്ങൾക്ക് കോട്ടയത്ത് ചെന്നാൽ വൈക്കമുണ്ട്. വൈക്കത്ത് 1806 200 ഈഴവ യുവാക്കളെ, തീയ യുവാക്കളെ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നു എന്നതിന്റെ പേരിൽ 200 ഈഴവ യുവാക്കളുടെ തലവെട്ടി അവിടെ കുളിച്ചിട്ട കുളത്തിന്റെ പേര് ജളവാക്കുളമെന്ന. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും മറ്റു മതങ്ങളും വിമോചന മാർഗം മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് വലിയ മാനവികമായ പരിവർത്തനം ഉണ്ടായത്. സഹോദരൻ അയ്യപ്പനും ശ്രീനാരായണ ഗുരുവും അതുപോലെ ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും തൊരികേൽ അപ്പച്ചനും ശരവൻ സോളമനും സ്വാമി ആനന്ദതീർത്ഥനും ഇവിടെ തലശ്ശേരി കണ്ണൂരിലോട്ടാണ് സ്വാമി ആനന്ദതീർത്ഥൻ വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അത് ഒരുപാട് ആൾക്കാർ ഈ രാജ്യത്ത് ആർക്കെതിരെയാ പോരാടിയത്? ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരെയല്ല, മുസ്ലിമിനെതിരെയല്ല, ജൂതം ബുദ്ധമതത്തിനെതിരെയല്ല, ലോകത്തെ ഏതെങ്കിലും വേറെ ഭക്തിശാസ്ത്രത്തിനെതിരെയല്ല. ഇന്ന് ഹിന്ദുത്വ എന്ന് പറയുന്ന ബ്രാഹ്മണസത്തിനെതിരെയാണ് ബ്രാഹ്മണിസം. എന്താണ് ബ്രാഹ്മണിസം? അംബേദ്കർ അവിടെ കൃത്യമായി പറയുന്നു, ദ നിഗേഷൻ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ആൻഡ് ഫ്രട്ടർണിറ്റി. സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ നിഷേധം എന്താണോ അതാ ബ്രാഹ്മണിസം. അല്ലാതെ ബ്രാഹ്മണർ കൈകാര്യം ചെയ്തുകൊണ്ടല്ല ഞാൻ സൂചിപ്പിച്ചത്. ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ പിടിമുറുക്കാൻ പോകുന്നു. വഖഫ് ഭേദഗതി ബില്ല്, ഈ രാജ്യ നിയമം, അത് പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ച് പാസായി പ്രസിഡന്റ് ഒപ്പിട്ട് സുപ്രീം കോടതിയിൽ വെക്കുമ്പോൾ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അതിലെ ജഡ്ജിമാരെ പരസ്യമായി ചീത്ത വിളിച്ചുകൊണ്ട്, തെറി വിളിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി അടക്കമുള്ള ഇന്ത്യയിലെ BJP നേതാക്കൾ ആക്രോശിക്കുമ്പോൾ ഇന്ത്യൻ നീതിന്യായ പീഠത്തിന് എന്തെങ്കിലും ഒരു ഷെയ്ക്ക് ഉണ്ടാകുമോ എന്നവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബാബറി പള്ളി തകർക്കണ്ട, ഇനി ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ തകർക്കാൻ. 90 അത് സംഭവിച്ചു. ഈ രാജ്യത്ത് എന്തെങ്കിലും ഭീകരമായ രഥയാത്രകൾ നടത്തേണ്ട, കലാപങ്ങൾ നടത്തേണ്ട, ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇനി വേണ്ട. അത് ചെയ്യുന്നുണ്ട്. ഇന്നലെയും കർണാടകയിൽ വെച്ച് മലയാളി അക്ഷരത്തിനെ തല്ലിക്കൊന്നു. എന്താണ്? വ്യാജമായ നിർമ്മിതി ഉണ്ടാക്കിക്കൊണ്ട്. ഇത് ജർമ്മനിയിൽ നമുക്ക് കാണാം. ഗീവൽസ് എന്നാണ് അതിന്റെ പേര്. ഒരു നുണ അയാൾ വളർന്ന് 1000 വട്ടം പറയും. ഒരു നുണ അങ്ങ് ആവർത്തിക്കും 1000 വട്ടം. അത് സത്യമാകും, സത്യമാണ്, ജനങ്ങൾ വിശ്വസിക്കും എന്നതുപോലെയാണ് രാജ്യത്ത് പാകിസ്ഥാന്റെ കൊടിയിലെത്തി പാകിസ്ഥാന് മുദ്രാവാക്യം വിളിച്ചു. നിങ്ങൾക്ക് അറിയുമല്ലോ, കേരളത്തിൽ പകൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്, എനിക്ക് കാശ്മീരിൽ നിന്ന് 2 ഇസ്ലാം മുസ്ലിം സഹോദരങ്ങളെ കിട്ടി. സ്വന്തം അച്ഛന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന ഒരു പെൺകുട്ടി കേരളീയ സമൂഹത്തോട്, ഇന്ത്യൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു, എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി, മുസ്ലിം സഹോദരങ്ങളെ. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുസ്ലിങ്ങളും ക്രൈസ്തവരും ദളിതരും ആദിവാസികളും അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ടോ? നമ്മൾ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് മതപരമായി വിശ്വസിക്കാം, മതം നിങ്ങൾക്ക് പ്രബോധനം ചെയ്യാം, മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രചാരണം നടത്താം, ആ മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രഘോഷിക്കാം. പക്ഷെ ഇപ്പോഴെന്താ ഇന്ത്യയിൽ മതനിരോധന നിയമം? കേരളത്തിൽ നിന്ന് പോയ ഷാജി, അദ്ദേഹത്തിന്റെ ഭാര്യയും 2 ക്രിസ്ത്യാനികൾ UP പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്തിനാണ്? മധ്യപ്രദേശിലാണ് അവർ പ്രഘോഷണം നടത്തിയത്. ക്രിസ്തുവിന്റെ മാർഗത്തിൽ, ക്രൂശിതമായ ക്രിസ്തുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എല്ലാവരും വരൂ, നമ്മൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയതിന്റെ പേരിൽ ആദിവാസി കോളനിയിൽ ചെന്ന് അവർക്ക് കുറച്ച് തുണി വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരിൽ ഈ 2 പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. കാരണം എന്താ? മതനിരോധന നിയമം. ഇതെന്തൊരു നിയമമായത്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് നിയമം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് അത് പ്രാബല്യത്തിലാണ്. നിങ്ങൾക്കറിയാം, 1956 ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടായ 5 വർഷത്തിന് ശേഷം ഒറ്റ നിമിഷത്തിലാണ് 5 ലക്ഷം ആൾക്കാരുമായി ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത്. അതിന് പ്രത്യേകമായ ഏതെങ്കിലും മാർഗം സ്വീകരിക്കേണ്ട. അദ്ദേഹം നാഗപ്പൂരിൽ പോയി, RSSന്റെ ആസ്ഥാനമായ നാഗപ്പൂരിൽ, ആ നാഗപ്പൂരിൽ കൊണ്ടാണ് 1956 അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുന്നു. രാജ്യത്ത് വിഭജനത്തിന്റെ മതമാണ്. അസെൻഡിംഗ് ഡിഗ്രി ഓഫ് റിവറൻസ് ആൻഡ് ഡിസെൻഡിംഗ് ഓർഡർ ഓഫ് കണ്ടക്ട്.
ഇതിനായി രാജ്യത്ത് ഹിന്ദു മതത്തിൽ ഒരാളെയും കാണുന്നില്ല. ആർജിത വിജ്ഞാനത്തിന്റെ സമസ്ത മേഖലകൾ കീഴടക്കി ലോകത്താദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് നിന്ന് ദാമ്പത്യ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരനോട്, ഡോക്ടർ ഓഫ് സയൻസ് എന്ന് പറയുന്ന ബിരുദം, DSc ബിരുദം കൊളംബിയ സർവകലാശാലയുടെ ഡോക്ടർ അംബേദ്കറോട്, കൊമേഴ്സിൽ ലോകത്താദ്യമായി ഇന്ത്യയിൽ നിന്ന് PhD ബിരുദമെടുത്ത ഡോക്ടർ BR അംബേദ്കർ തിരിച്ചു വന്നപ്പോൾ 1920 മുതൽ 47 വരെ ഈ രാജ്യത്ത് അനുവദിച്ച തിക്തഫലങ്ങൾ അത് ഈ രാജ്യത്ത് വില ചൂണ്ടിക്കൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ 1956 ബുദ്ധമതം സ്വീകരിച്ചത്. 5 ലക്ഷം ആൾക്കാരുമാണ്. 2 ദിവസം കഴിഞ്ഞ് ചന്ദ്രാപൂരിൽ വീണ്ടും അദ്ദേഹം 3 ലക്ഷം ആൾക്കാരെ ബുദ്ധമതം സ്വീകരിച്ചു. എന്താ? ഇന്ത്യൻ ഭരണഘടന ശിക്ഷിക്കുന്നത് ചെയ്യാമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ? നമുക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ആശയം പറയാൻ കഴിയില്ല, ക്രൈസ്തവർക്ക് കഴിയുന്നില്ല. കേരളത്തിലെ KCBC അടക്കമുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഈ ഇവിടുത്തെ സഹോദര സമുദായമായ ക്രൈസ്തവ സമുദായത്തിന്റെ നേതാക്കൾ ED പേടിച്ചാണോ എന്നറിയില്ല, ഇന്ത്യൻ പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യാൻ പോയ കേരളത്തിലെ MP പറഞ്ഞു, നിങ്ങൾ വഖഫിന് അനുകൂലമായി വോട്ട് ചെയ്യണം. എന്തൊരു ഗതികേടാണ്. പാർലമെന്റിൽ അത് പാസ്സായപ്പോൾ പിറ്റേ ദിവസം കൊണ്ട് എന്താണ്? പെസഹ വ്യാഴത്തിന് ഡൽഹിയിലെ സാന്താക്ലോസിന്റെ പള്ളിയിൽ പോയ കുരുത്തോല പ്രദർശനം നടത്തിയവർക്ക് നല്ല അടിച്ച മോടിച്ച് അല്ലേ? ഇത് കഴിയുമ്പോൾ 99-ൽ വിഖ്യാതനായ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ലോകത്തോട് വിട പറഞ്ഞു. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻകാരൻ, ആദ്യത്തെ ഫ്രാൻസിസ് എന്ന പദം സ്വീകരിക്കുന്നയാൾ, ആദ്യമായി ഔദ്യോഗിക ബഹുമതികളുടെ കൊട്ടാരവും പട്ടബന്ധകോപുരവും ഉപേക്ഷിച്ചയാൾ, എനിക്ക് എന്റെ മരിയയുടെ, എന്റെ മേരിയുടെ ക്രൈസ്തവ ദേവാലയത്തിന് താഴെ അണ്ടിയിറങ്ങിയാൽ മതി, ഈ പരമ്പരാഗത രീതി എനിക്ക് വേണ്ട എന്ന് ലോകത്തോട് പറഞ്ഞാൽ, ആദിവാസികളോട്, സ്ത്രീകളോട്, ഭിന്നലിംഗക്കാരോട് ലോകത്താദ്യമായി ഏറ്റവും ശക്തമായി സംബന്ധിച്ചയാൾ വിടവാങ്ങിയ സമയം കൂടിയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുൻഗാമി ജോൺ മാർപ്പാപ്പയെ നിങ്ങൾക്ക് അറിയുമോ? അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ അങ്ങ് ഡൽഹിയിലെ കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് താഴെ, ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് താഴെ കോലം കത്തിച്ച്, മാർപ്പാപ്പയുടെ കോലം കത്തിച്ച് ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അതിന്റെ പേരാ BJP. ഇവർക്ക് എവിടെയാ ക്രൈസ്തവ സ്നേഹം? സാന്താക്ലോസിന്റെ രൂപമുണ്ടായിരുന്ന ഇന്ത്യയിലെ 600 പള്ളികൾ അടിച്ചു തകർത്തത് കഴിഞ്ഞ വർഷമാണ്. ഈ കഴിഞ്ഞ വർഷത്തിന്റെ കർണാടകയിൽ ഏകദേശം 200 പള്ളികൾ തകർത്തു. കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ബുദ്ധമതക്കാരാണോ? ഇന്ത്യയിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികളാണോ? ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിങ്ങളാണോ? എന്ന് പറയൂ. ആയിരക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗത്തിന് വിധേയമാക്കി. ഇപ്പൊ 2 വർഷമായി മണിപ്പൂരിന്റെ മണ്ണിൽ ആദിവാസികളെ തെരുവിലൂടെ നടത്തിച്ച് മൃഗീയമായി വേട്ടയാടുന്ന, കൊന്നെടുക്കുന്ന ആദിവാസികളായ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടി അവിടെ ഒന്ന് സന്ദർശിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനാണ് ഞങ്ങൾ ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കുന്നതെന്നാണ്. കഴിയുമ്പോൾ ഞാൻ കണക്ക് പറയാം. 2026-25 സാമ്പത്തിക വർഷം ഇന്ത്യൻ ബഡ്ജറ്റിന്റെ 224% ഈ രാജ്യത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ ഇന്നത്തെ 2025-ലോ 25-26 സാമ്പത്തിക വർഷം 99.9% വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ 0.02%, 0.5% പോലും ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക്, ഇന്ത്യയിലെ 20 കോടിയോളം വരുന്ന മുസ്ലിമിലെ സമുദായത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ രാജ്യത്തെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിയെന്ന് കളഞ്ഞു. നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? അപ്പൊ എവിടെയാ അവർക്ക് ന്യൂനപക്ഷങ്ങളോട് സ്നേഹം? പട്ടികജാതിക്കാരുടെ പ്ലാനിംഗ് ഫണ്ട് മാറ്റി നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാക്കി. പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം എടുത്ത് മാറ്റി. 5 വർഷം കൂടുമ്പോൾ ഇവിടുത്തെ പഞ്ചവത്സര പ്രതികൾ ആസൂത്രണം ചെയ്ത സാധനം നരേന്ദ്രമോദി വന്നപ്പോൾ എടുത്തു കളഞ്ഞു. ഇപ്പൊ പട്ടികജാതിക്കാരുടെ ഫണ്ടൊന്നും കൊടുക്കുന്നില്ല. ഞാൻ അതിലേക്കും പോകുന്നില്ല. ഏതൊക്കെ സ്കോളർഷിപ്പാ? പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്, അല്ലെ മെറിറ്റ് കം സ്കോളർഷിപ്പ് മൈനോറിറ്റീസ്, ഒരുപാട് സ്കോളർഷിപ്പ്. അബ്ദുൽ കലാം ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഈ രാജ്യത്ത് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇല്ല. കുറച്ച് മുസ്ലിം സ്ത്രീകളെ കണ്ണീരൊപ്പാനാണ് ഞങ്ങൾ മുത്തലാഖ് നിയമം പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞ ആ ലാഘവത്തോടെ അവർ പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ്. എങ്കിൽ എന്തുകൊണ്ട് ഗുരുദ്വാരയിൽ ഇത് നടപ്പിലാക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ ദേവാലയ സാന്താക്ലോസുകൾ അല്ലെങ്കിൽ രാജ്യത്തെ ഡയോസിസുകൾ? അതുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണം. രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കണം. ഒന്നാമതായി ഇത് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്.
ഭരണഘടന എന്തിനാ നിങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭരണഘടന സമർപ്പിച്ചതിന്റെ 75ാം വാർഷികം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോഴാണ് അമിത്ഷാ പറഞ്ഞത്, നിങ്ങൾ എന്തിനായി അംബേദ്കർ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അംബേദ്കർമാരെ നിങ്ങൾ ദൈവത്തെ വിളിച്ചാൽ സ്വർഗരാജ്യം കിട്ടും എന്ന് പറഞ്ഞാൽ എത്രമാത്രം മ്ലേച്ഛമായി ഇന്ത്യയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ ആക്ഷേപിച്ച ഒരു ആഭ്യന്തരമന്ത്രി ഇരിക്കുകയല്ലേ? അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അംബേദ്കറെ ആക്ഷേപിക്കുന്നു. നിങ്ങൾക്കറിയുമോ അംബേദ്കർ അവിടെ ഝാൻസി എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ മണ്ണിൽ അംബേദ്കറുടെ ആ പ്രതിമ സ്ഥാപിച്ച ആൾക്കാരെ ബുൾഡോസർ ചെയ്ത പ്രതിമ തകർത്ത സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. അതുപോലെ തന്നെ അവിടെ കാന്താരി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സ്ഥലത്ത് അവിടുത്തെ ഗ്രാമവാസികൾ ഡോക്ടർ അംബേദ്കറുടെ പൈസ തിരിച്ച് അംബേദ്കർ പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ തകർക്കാമെന്നും അവർ പറഞ്ഞു പറ്റില്ല. RSSന്റെ വേറൊരു പദ്ധതിയാണ് അംബേദ്കർ പ്രതിമകളെ ഇന്ത്യയിലെമ്പാടും തകർക്കുക. നമ്മുടെ ഓഫീസുകളിൽ അംബേദ്കർ പ്രതിമ വെക്കണം, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ അംബേദ്കർ പ്രതിമ വെക്കണം എന്നൊക്കെ നമ്മൾ ശീലിക്കുന്നു. കാരണം എന്താ? നമ്മളാക്കിയത് അംബേദ്കറുടെ ഭരണഘടന മികവാണ്. വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. എന്റെയും നിങ്ങളുടെയും വോട്ടിന്റെ മൂല്യം, എന്റെയും നിങ്ങളുടെയും രാജ്യത്തെ പൗരാവകാശങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞ മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ എത്രമാത്രം 3 വർഷത്തോളം 2 വർഷവും 11 മാസവും പിന്നെയും 17 ദിവസവും ഈ രാജ്യത്തെ ഭരണഘടനാ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സിൽ സംബന്ധിച്ച് ഇന്ത്യൻ സംഘപരിവാറിന്റെ അന്നത്തെ ആശയത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതെങ്കിൽ കഴിഞ്ഞ 75 വർഷമായി ഈ ഭരണഘടന അപകടപ്പെടുന്നു, അത് തകർക്കുന്നു, അതിന്റെ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 14 ലംഘിച്ചിരിക്കുന്നു വഖഫ് ഭേദഗതി നിയമത്തിലൂടെ. അതിന്റെ പ്രധാനപ്പെട്ട 25, 26 ആർട്ടിക്കിൾ ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാപനം തുടങ്ങാൻ, ന്യൂനപക്ഷങ്ങൾക്ക് മതപ്രബോധനം നടത്താൻ, ന്യൂനപക്ഷങ്ങൾക്ക് അത് ക്രൈസ്തവരാകട്ടെ പാഴ്സികളാകട്ടെ ഇന്ത്യയിലെ സിഖുകാരാകട്ടെ ആർക്കും ഈ രാജ്യത്ത് അവരുടെ മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആരാധിക്കാനും അവർക്ക് സ്വത്തുവകൾ സമ്പാദിക്കാനും അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ആർട്ടിക്കിൾ 25, 26 ലംഘനം എങ്കിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവുകളിൽ ഒരു അംബേദ്കറേറ്റ് പോരാട്ടത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് തയ്യാറാകും എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. ഇത് ഭരണഘടനാപരമായ ലംഘനമാണ്. എന്തോ ഭരണഘടന? സംഘപരിവാറിന് തോന്നിനെത്ര ഏറ്റമാണ് എന്ന് ചോദിക്കുന്നത് പോലെ ഈ സംഘപരിവാർ എന്ത് ഭരണഘടന എന്നാ പറഞ്ഞത്? അപ്പോൾ ജർമ്മനിയിലും ഇറ്റലിയിലും ഫാസിസ്റ്റുകൾ നടപ്പാക്കിയ വംശീയ ഉന്മൂലന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. എന്തെങ്കിലും ഒരാൾ ഒരൊറ്റ മുസ്ലിം, ഇവർ പറയുന്നല്ലോ ഞങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷണമാണെന്ന്, ഇത്രയും വലിയ ഭൂരിപക്ഷം ഒരൊറ്റ MP BJP ഇന്ത്യൻ പാർലമെന്റിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ ജനസംഖ്യയുടെ 19-20% വരുന്ന ഇന്ത്യ രാജ്യത്തെ പ്രബലമായ ന്യൂനപക്ഷങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷക്കണക്കിന് അനുയായികളുടെ രക്തം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ സമുദായം, ഇന്ത്യ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം സാമൂഹികപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഏറ്റവും വലിയ സംഭാവന സമൂഹം, കേരളത്തിലും ഇന്ത്യക്കുമൊക്കെ ആ സമൂഹത്തെ ഒരൊറ്റയാളെ പോലും പ്രതികരിക്കാത്ത ഒരു പാർട്ടി വന്ന ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ആരെങ്കിലും പറയിപ്പിച്ചാൽ അത് കുറുക്കനെ കോഴിക്കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് കരുതാൻ നിങ്ങൾ തയ്യാറാകണം. 11 വർഷമായി അഴിഞ്ഞാടുകയാണ് ഈ രാജ്യത്തെ കൂട്ടക്കൊലകൾ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ബുൾഡോസർ രാജുകൾ, അത് നിങ്ങൾക്കറിയില്ലേ? ഇന്ത്യയുടെ തെരുവുകളിൽ രാജ്യത്ത് വിയോജിപ്പ് പറഞ്ഞാൽ, വിസമ്മതം പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോകുന്നു അല്ലെ? സംഘപരിവാർ രാജ്യത്തെ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്താ പ്രതിവിധി? ആ പ്രതിവിധി ഇന്ത്യയിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും സ്വതന്ത്രമായി സംഘടിക്കണം. ഇന്ത്യയിലെ 35 കോടി വരുന്ന ദളിതർ ഇന്ത്യയിൽ അംബേദ്കറെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അവർ സംഘടിക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർ സ്വതന്ത്രമായി അവരുടെ അസ്തിത്വം വീണ്ടെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് സംഘടിക്കണം. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ഈ രാജ്യത്ത് സംഘടിക്കണം. അങ്ങനെ സംഘടിച്ചൊരു ചരിത്രം നമുക്കുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം. രണ്ടാമത്തെ ചരിത്രമുണ്ട്. 1990 ബാബറി തകർക്കുന്നിടത്തോളം ഇന്ത്യ വന്നെത്തിയ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? ഇന്ത്യ രാജ്യത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ BPCക്ക് തയ്യാറാകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ 10 വർഷം മുതൽ രാജീവ് ഗാന്ധി പൂട്ടിവെച്ചു. ഇന്ദിരാഗാന്ധിയാണ് നിയോഗിച്ചത്. 52% വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3% മാത്രമാണ് ഇന്ത്യയിലെ അധികാരങ്ങളിൽ പങ്കാളിത്തം, ഇന്ത്യയിലെ സേനയിൽ പങ്കാളിത്തം,
ഇതിൽ ഒരുപാട് സ്ഥലങ്ങൾ പങ്കാളിത്തം എന്ന് കണ്ടെത്തി ബൃന്ദേശ്വരി പ്രസാദ് മണ്ഡൽ എന്ന ആ കമ്മീഷൻ 98-91 ഈ രാജ്യത്ത് നമ്മുടെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി VP സിംഗ് അത് നടപ്പിലാക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് 52% വരുന്ന മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് ഈ രാജ്യത്ത് ഉദ്യോഗങ്ങളിൽ 27% സംവരണം പ്രാതിനിധ്യമായി വന്നത്. ഭരണഘടന രൂപപ്പെട്ടതിന്റെ പിറ്റേ ദിവസം വരേണ്ടതാ, പിറ്റേ വർഷം വരേണ്ടതാ. പട്ടികജാതിക്കാർക്ക് മാത്രമേ ഭരണഘടനാപരമായ സംവരണ അവകാശമുള്ളൂ. ഞാൻ പറഞ്ഞത് ആ 92 ബാബറി തകർത്തതിനെന്തിനാ? ക്രൈസ്തവർ മനസ്സിലാക്കണം, തീയർ മനസ്സിലാക്കണം, ദളിതർ മനസ്സിലാക്കണം, ശ്രീനാരായണരുടെ അനുയായികൾ മനസ്സിലാക്കണം, അയ്യങ്കാളുടെയും സ്വാമി ആനന്ദദത്തിന്റെയും അനുയായികൾ മനസ്സിലാക്കണം. 1992 ബാബറി തകർന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ദളിതരും മുസ്ലിങ്ങളും ഈ രാജ്യത്ത് സ്വതന്ത്രമായി അവരുടെ ഭാര്യയെ നിർണയിക്കുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ബാബറി തകർത്ത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഈ രാജ്യത്ത് തോറ്റമ്പി എന്തുകൊണ്ട്? കോൺഗ്രസിന് ഒട്ടിയിരുന്നവർ ഇന്ത്യയിൽ കോൺഗ്രസിൽ നിന്ന് പിൻവാങ്ങി. അവർ മായാവതി രാഷ്ട്രീയത്തെ പിന്തുണച്ചു. അവർ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയത്തെ പിന്തുണച്ചു. എന്തുകൊണ്ട്? ലാലു പ്രസാദ് യാദവ് എന്ന ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. ജാതിവാദി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അയാളാണ് ഇന്ത്യയിൽ ലാൽകൃഷ്ണ അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. നിങ്ങൾക്കറിയുമോ? അതുപോലെ മുലായം സിംഗ് യാദവ് ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്ത് കോൺഗ്രസ് മൃദുഹിന്ദുത്വത്തിലേക്ക് പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശേഷിയില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ തലശ്ശേരി ഷംസീറിന്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കുകയില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. 25 RSS ഇന്ത്യയെ കുടിച്ചിട്ട അതേ വർഷമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയുണ്ടായത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്ത് ഈ ന്യൂനപക്ഷങ്ങളെ, ദളിതരെ, ഈ രാജ്യത്ത് സ്വത്വരാഷ്ട്രീയം എന്ന് നമ്മൾ വിളിക്കുന്നവരെ അഡ്രസ് ചെയ്തില്ല. പകരം 15 സെക്രട്ടറിമാർ ഇന്ത്യയിൽ അവർക്കുണ്ടായി. സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറിമാർ 3 പേർ മാത്രമാണ് ഇന്ത്യയിൽ ബ്രാഹ്മണരില്ലാത്തവരുണ്ടായത്, അല്ലെങ്കിൽ സവർണരില്ലാത്തവരുണ്ടായത്. ഇപ്പൊ MA ബേബി അല്ലെ, ഹർകിഷൻ സിംഗ് സുർജിത്ത്, പിന്നെ മറ്റൊരാൾ, മറ്റേതെല്ലാം നിർമ്മൽ ചക്രവർത്തി, ചാറ്റർജിമാർ, മുഖർജിമാർ. ഈ ചാറ്റർജിമാർ, മുഖർജിമാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 34 വർഷം ബംഗാൾ വെച്ചിട്ട് ഒരു ആദിവാസിയെ, നിങ്ങൾക്കറിയുമോ? ത്രിപുരയിൽ 60 സീറ്റ് ആകെയുള്ളത്, 30 സീറ്റ് സംവരണം ആദിവാസികൾക്ക്. പറഞ്ഞാൽ ആര് ജയിച്ചാലും 30 ആദിവാസികളാണ് ജയിക്കുന്നത് ത്രിപുരയിൽ. എന്തുകൊണ്ടാണ്? 30 വർഷം 25 വർഷത്തോളം ത്രിപുര ഭരിച്ചിട്ട് ഒരു ആദിവാസിയെ ജയിച്ചു വന്ന 30 പേരിൽ ഒരാളെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാക്കാതിരുന്നത്. മുഖ്യമന്ത്രിയാക്കാതെ പോട്ടെ, ആഭ്യന്തരമന്ത്രിയാക്കിയോ, വിദ്യാഭ്യാസ മന്ത്രിയാക്കിയോ, ധനകാര്യമന്ത്രിയാക്കിയോ? കേരളത്തിൽ അതല്ലേ സ്ഥിതി? കരയോ മന്ത്രിസഭയല്ലേ ഇത്? കേരളത്തിൽ പുന്നപ്രയും വയലാറും കയ്യൂരും കരിവെള്ളൂരും കൊഞ്ചിയവും മൊറാഴയും തേവകയും സിദ്ധാന്തം വിളിച്ചതാരാ? കേരളത്തിലെ NSS അല്ലെ കേരളത്തിലെ സംഘടന സമുദായങ്ങളാ? കേരളത്തിലെ അധസ്ഥിതനും പുലയനും ചെറുവനും ഈ രാജ്യത്തെ മുദ്രാവാക്യം വിളിച്ചാൽ പാർട്ടി അധികാരത്തിൽ വന്നത്. പക്ഷെ ഇപ്പോ കേരളത്തിലെ മന്ത്രിസഭയിൽ ഒരു പട്ടികജാതിക്കാരൻ മന്ത്രിയില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രമന്ത്രി, കേരളത്തിലെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ചേലക്കരയിൽ കൊണ്ട് മത്സരിപ്പിച്ച് ജയിച്ച് പാർലമെന്റിൽ പോയി. നല്ല കാര്യം. എന്നിട്ട് കേളു എന്ന് പറയുന്ന ആളെ കൊണ്ട് വെച്ചിരിക്കുന്നു. വ്യവസായമില്ല, ധനകാര്യമില്ല, ആഭ്യന്തരമില്ല, തൊഴിലില്ല. വിദ്യാഭ്യാസം ചെയ്യാൻ, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വിദ്യാഭ്യാസം വേണ്ട എന്ന് കേരളം എത്ര വട്ടം തെളിയിച്ചു, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തതിന് പേരിലാണെങ്കിൽ എത്ര വേണ്ട, അവർക്കൊന്നും വകുപ്പ് കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിൽ പോകൂ, സ്റ്റാലിന് നിങ്ങൾ നോക്കൂ, 7 ക്യാബിനറ്റ് റാങ്ക്. മമതാ ബാനർജി നോക്കൂ, 9 ക്യാബിനറ്റ് റാങ്ക് പട്ടികജാതിക്കാർക്ക്. എന്തിനാ? ആ തെലങ്കാനയിൽ പോലും ഉണ്ട് കോൺഗ്രസ് ഭരിക്കുന്നെങ്കിൽ രേവന്ത് റെഡ്ഡി, സീതക്ക അടക്കമുള്ളവർ. അവിടുത്തെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗങ്ങൾ, ദളിതർ, അവിടുത്തെ പിന്നോക്ക പ്രാതിനിധ്യമുണ്ട്. മുസ്ലിങ്ങളുടെ കാര്യം കേരളത്തിൽ മിണ്ടുണ്ട് കേട്ടോ. അത് 5ാം അന്തസ്ഥാനം ചോദിച്ചാൽ കേരളത്തിൽ തീവ്രവാദമാണ്. 52 ദിവസം CH മുഹമ്മദ് കേരളത്തിൽ മന്ത്രിയായി. 52 ദിവസം 27% കേരളത്തിൽ 95 ലക്ഷമാണ് കേരളത്തിൽ മുസ്ലിം ജനതയ്ക്ക്. എന്താ? ഒരിക്കലെങ്കിലും ഒരു മുസ്ലിം കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ ആകാശം വിളിച്ച് വീഴുമോ? പക്ഷെ ഒരു പൊതുബോധം ഉണ്ടാക്കിയിരിക്കുകയാണ്, സംഘപരിവാറിന്റെ പൊതുബോധം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, കോൺഗ്രസുകാർ ഇന്ത്യയിൽ കാണിച്ചൊരു അപകടം, രാജ്യത്ത് ലാലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാർ അല്ല മറ്റ് സോഷ്യലിസ്റ്റുകളെയും മായാവതിയെയും ഇന്ത്യയിലെ മുലായം സിംഗ് യാദവിലേക്ക് അവർ ഒരു കളത്തിലിട്ടു. എന്താ കളത്തിന്റെ പേര്? ജാതി രാഷ്ട്രീയം. കേരളത്തിലെ ഏറ്റവും വലിയ ജാതി പറയുന്നവരാ? വെള്ളാപ്പള്ളി നടേശനും, അതല്ലെങ്കിൽ നമ്മുടെ കുമാരനായ ശ്രീകുമാരൻ, നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ NSS സെക്രട്ടറിയും അല്ലേ? പക്ഷെ അവരെ വിളിക്കുന്ന പേരെന്താ? സമുദായ സംഘടനകൾ. ജാതിക്കെതിരെ ഇന്ത്യയിൽ യോഗം വരുന്നു. ദളിതൊന്നും
അഹിംസയിലൂടെ ജാതി വേണ്ട, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ പുസ്തകം പഠിച്ചുകൊണ്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജാതിരഹിതമായ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ബഹുജന രാഷ്ട്രീയത്തെ അവർ വിളിക്കുന്നു ജാതി രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് അപകടമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സംഘടനത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വതന്ത്രമായി സംഘടിച്ച് മുന്നോട്ട് വരട്ടെ. അപ്പുവും ചിരികണ്ഠനും അബൂബക്കറുമാണ് കയ്യൂരിൽ രക്തസാക്ഷികളായത്. അതിൽ ഒരു അബൂബക്കർ ഉണ്ടായിരുന്നു. അപ്പുവും ചിരികണ്ഠൻ തീയന്മാരായിരുന്നു, ദളിതരുണ്ടായിരുന്നു. അപ്പോ രക്തമൊഴുക്കാൻ, രക്തസാക്ഷികളാകാൻ രാജ്യത്തെ പാർട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ 7 പതിറ്റാണ്ട് യുദ്ധം ചെയ്തവർ രാജ്യത്തെ അടിത്തട്ടുകാരാണെങ്കിൽ അവരുടെ സംഘാടനത്തെ നിങ്ങൾ തീവ്രവാദ മുദ്രയടിച്ച് അവരുടെ സംഘാടനത്തെ നിങ്ങൾ സത്വരാഷ്ട്രീയമായി രാജ്യത്ത് മാറ്റി നിർത്തിയാൽ ഇന്ത്യ രാജ്യത്ത് തോറ്റുപോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. കമ്മ്യൂണിസ്റ്റുമായിട്ട് തോക്കുന്നതിനും ഇഷ്ടമല്ല. കാരണം ഈ ചുവന്ന കുഴി പിടിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ വേണമല്ലോ. കോൺഗ്രസ്സുകാർ തോക്കുന്നതിനും ഇഷ്ടമല്ല. അതുകൊണ്ട് 92-ൽ ബാബറി തകർക്കില്ലായിരുന്നു, രഥമുരുളില്ലായിരുന്നു. ഇന്ത്യ രാജ്യത്ത് അധസ്ഥിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഈ സംഘാടനത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യയിലെ മേധാവിത്വ ശക്തികൾ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബാബറി പള്ളി തർക്കഭൂമിയാണെന്ന് മാർക്സിസ്റ്റ് ആചാര്യന്മാരെ അന്ന് പറഞ്ഞത്. അത് ഇന്ധനം കൊടുത്തത് RSSകാരനാ. അവൻ പോയി അവിടെ തകർത്തു, തരിപ്പണമാക്കി. സുപ്രീം കോടതിയുടെ വിധി വന്നു, എല്ലാം തെറ്റാണ്. അവിടെ അങ്ങനെ ക്ഷേത്രമില്ലായിരുന്നു, അവിടെ അതിക്രമിച്ചാണ് ക്ഷേത്രം തകർത്തത്. വിധി വന്നപ്പോൾ പക്ഷേ വിധിയുടെ അവസാന വാചകം എന്താ? രാജ്യത്ത് ക്ഷേത്രഭൂമി അവർക്ക് വിട്ടുകൊടുക്കട്ടെ, പള്ളിയുടെ ഭൂമി അവർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിചിത്രമായ വിധികൾ സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാർ ഞങ്ങൾക്ക് രാജ്യത്ത് ഉന്നത പദവിയിൽ സംവരണം വേണം, പ്രാമുഖ്യം വേണം, റെപ്രസന്റേഷൻ വേണം. ഒളിഗാർക്കി എന്ന് പറയുന്ന ഇന്ത്യയിലെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മാത്രമല്ല, എല്ലാവർക്കും ഈ രാജ്യത്ത് തുല്യ അധികാരം വേണമെന്ന ഭരണഘടന, അതിന്റെ നയങ്ങൾ സ്ഥാപിച്ചു കിട്ടണം എന്ന മുദ്രാവാക്യത്തെ അന്ന് തോൽപ്പിച്ചു കളഞ്ഞു. 90-കളിൽ അത് മുന്നോട്ട് കൊണ്ടുവന്ന VP സിംഗിനെ നമ്മൾ തോൽപ്പിച്ചു. അതുകൊണ്ട് എന്താ ഫലം? 2004-ൽ നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് അധികാരം ഇങ്ങനെ തളികയിൽ വെച്ച് കൊടുത്തു. ആരാ കൊടുത്തത്? ഈ പാർട്ടികൾക്കെല്ലാം തുല്യ പങ്കാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് ജർമ്മനിയിലെ ഹോളോകോസ്റ്റിന്റെ മക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഫാസിസം വന്നോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. 2000-ലധികം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഗുജറാത്ത് കലാപത്തിന്റെ ഒരു സിനിമ, അതിന്റെ ഒരു 7 മാത്രം, സിനിമ നല്ലതാണോ ഇല്ലയോ എന്നല്ല, 7 മാത്രം എമ്പുരാൻ കേരളത്തിൽ പ്രദർശനത്തിയപ്പോൾ എന്താ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടത്? ആ സംവിധായകന് മാപ്പ് പറയേണ്ടി വന്നില്ലേ? നിങ്ങൾ വെട്ടിക്കോയെന്ന് പറയേണ്ടി വന്നില്ലേ? ആ നടന് അത് അവരെ സഹായിക്കേണ്ടി വന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധം നമ്മളെ നിയന്ത്രിക്കുന്നത് സംഘപരിവാര പൊതുബോധമാണ്. അത് ഇന്ത്യയിലെ ബ്രാഹ്മണിസത്തിന്റെ പൊതുബോധമാണ്. അത് തിരിച്ചറിയണം ഓരോ രാജ്യത്തിലെ ജനാധിപത്യവാദികളും. നമ്മൾ ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കണം, നമ്മൾ ഈ രാജ്യത്ത് അരികൾക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കണം. നമ്മൾ ഈ രാജ്യത്തെ ശത്രുക്കളെ തിരിച്ചറിയണം. ആ ശത്രു ഇന്ത്യയിൽ സംഘപരിവാരമാണ്. എപ്പോ നിങ്ങൾ ചോദിക്കും സംഘപരിവാരത്തിന്റെ 925 മുമ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രാജ്യത്ത് 920-ലാണ് അംബേദ്കർ എഴുതുന്നത്. മനുസ്മൃതി എന്ന ഗ്രന്ഥം 927 ഡിസംബർ 25-ന് അഗ്നിക്രിയാക്കി ഡോക്ടർ BR അംബേദ്കർ. അന്നേ അദ്ദേഹം അപകടം മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ചെറിയൊരു ന്യൂനപക്ഷം, എണ്ണത്തിൽ കുറവുള്ളവർ ഈ രാജ്യത്ത് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കി അതിന് മുകളിൽ കയറിയിരുന്ന് നമ്മുടെ അധികാരം കവർന്നെടുക്കുന്നു. അവർ ഹിറ്റ്ലറാകാൻ നോക്കുന്നു, അവർ മുസോളിനിയാകാൻ നോക്കുന്നു. എന്നിട്ട് എന്താ ഈ വിജയദശമി ദിനം 25-ൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന RSSന്റെ 25ാം വർഷത്തിൽ 100ാം വാർഷികത്തിൽ അടുത്ത വിജയദശമി ദിനത്തിൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാം എന്നവർ പരിശ്രമിക്കുന്നു. അതിന്റെ ഉപാധി മാത്രമാണ് വഖഫ് ഭേദഗതി നിയമം. ഈ നിയമം കൂടി പാസ്സായി സുപ്രീം കോടതിയിൽ അനുമതി കൊടുത്താൽ എന്നാൽ പിന്നെ ഇന്ത്യയിലെ സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിലാക്കും. അവർ നിയന്ത്രിക്കുന്ന RSS ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും ആരും എതിർക്കാനുണ്ടാകില്ല. കേരളമോ തമിഴ്നാടോ കർണാടകയോ എതിർക്കും. പക്ഷെ എതിർത്താലോ
ഭരണകൂടത്താൽ നിയന്ത്രിക്കപ്പെടുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർമാർ, അവർ നിയന്ത്രിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവർ ഈ ബോർഡിന്റെയും CBCയുടെയും അവിടുത്തെ പ്രസിഡന്റിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് അനുകൂലമായി തർക്കത്തിലേക്ക് കൊണ്ടുപോകാനെങ്കിലും കഴിയും. ഈ ഭൂമി മുഴുവൻ, ഇന്നത്തെ വഖഫ് സ്വത്തുക്കൾ കേരളത്തിലെ ഭൂമി മുഴുവൻ തർക്കത്തിലേക്ക് കൊണ്ടുപോയി അത് രാജ്യത്തൊരു തർക്കത്തിലാക്കി ഇന്ത്യയിൽ ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് പോകുന്നു. അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്ത് ഇന്ന് അവർ പുതിയ ക്യാമ്പയിനുമായിട്ട് വരാൻ പോവുകയാണ് 500 സ്ഥലങ്ങളിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സുപ്രീം കോടതിയെ നമ്മൾ വിശ്വസിക്കുന്നു. പരമോന്നത നീതിപീഠത്തിന്റെ പ്രമസ്തിയാവുന്ന വിലയിരുത്തൽ നമ്മൾ വിശ്വസിക്കുന്നു. രാജ്യത്ത് മുസ്ലിങ്ങളെ കൈയും കാലും കെട്ടി അവനെ ഇങ്ങനെ ജീവിച്ചു എന്ന് വിടുന്ന രീതിയിലേക്ക് ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തെ രാജ്യത്ത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ ജനാധിപത്യവാദികളുടേതാണ്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സൂക്ഷിച്ചു വെട്ടിപ്പാറ്റി പറയുന്നു, പൗരത്വ നിയമം പെട്ടെന്ന് നടപ്പിലാകാൻ സാധ്യതയുണ്ട്. ഈ നിയമം പാസാക്കി, പക്ഷെ അതിന്റെ നിയമവും ചട്ടങ്ങളും വന്ന് കേരളത്തിലടക്കം പണിയുന്ന ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഈ രാജ്യത്ത് തടങ്കൽ പാളയത്തിനായി കഴിക്കാൻ വഖഫ് നിയമം അത് കാരണമാകും. വഖഫ് നിയമം പാസ്സായി അതിന്റെ അലകും പിടിയും വന്നാൽ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളിലേക്കാണ് ചർച്ചാക്കി വരും. യാതൊരു തർക്കവും വേണ്ട. കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടും. ഇന്ത്യ രാജ്യത്ത് 1999 ഗ്രഹാം സ്റ്റേറ്റ്സിനെയും 2 മക്കളെയും ചുട്ടുകൊന്ന ബജ്രംഗദള വിശ്വഹിന്ദു പരിഷത്തിന്റെ ആൾക്കാർ അവരാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ കർണാടകയിൽ ഒരു ചെറുപ്പക്കാരനെ മലയാളിയെ തല്ലിക്കൊന്നത്. അവരാണ് ബുൾഡോസറുമായി ഇന്ത്യയിലെമ്പാടും ഓടി നടക്കുന്നത്. നിങ്ങൾക്കറിയുമോ, RSS മെമ്പർഷിപ്പ് ഇല്ല, അങ്ങനൊരു സംഘടനയല്ല. മെമ്പർഷിപ്പ് എടുത്തിട്ടൊക്കെയല്ലേ അവരെ നമുക്ക് പ്രതികളാക്കാൻ പറ്റൂ. അത് തന്നെയല്ല RSSനോടൊപ്പമുള്ള സംഘപരിവാറിന്റെ പ്രത്യേകത എന്താ? ഹനുമാൻ സേന, വിശ്വഹിന്ദു പരിഷത്ത്, മറ്റ് സേന, മറിച്ച സേന, ഒരുപാട് സേനകൾ. ശിവസേനന്റെ 15-16 ഉണ്ട് സേനകൾ. എന്താ അതിന്റെ പ്രത്യേകത? ഇവരെല്ലാം പോയി രാജ്യത്ത് ഭീകര പ്രവർത്തനം നടത്തുന്നു. എന്നിട്ട് അവർ ഈ രാജ്യത്ത് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആരുമില്ല പ്രതികൾ. കാരണം എന്താ? അങ്ങനൊരു സംഘടനയില്ല. അവരുടെ സംഘടന അംഗത്വമില്ല. അതുകൊണ്ടാണ് ഗോപി ലങ്കേഷിന് ഒറ്റ വെടിയുണ്ടെങ്കിൽ താരസേന അറസ്റ്റ് ചെയ്തോ. ഗോവിന്ദ മൻസാരയെ വെടിയുണ്ടുണ്ട്. അവർക്ക് മുസ്ലിം അല്ലല്ലോ. ഗോവിന്ദ മൻസാരയും ഗൗരി ലങ്കേഷും നരേന്ദ്ര ദബോർക്കറും അടക്കമുള്ള ഇന്ത്യയിലെ വിപ്ലവ വിദ്യാഭ്യാസത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത കർണാടക അടക്കമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള ഏറ്റവും ശക്തരായ നേതൃത്വങ്ങളെ വെടിവെച്ചു കൊന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സുപ്രീം കോടതി ഇന്നലെയും സഞ്ജീവ് ഭട്ടിന്റെ കേസിൽ അയാളുടെ ജാമ്യാവസ്ഥ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആരാ സഞ്ജീവ് ഭട്ട്? നമ്മൾ പഠിക്കണം. ഗുജറാത്തിലെ IPS കേഡറുള്ള അവിടുത്തെ സ്പെഷ്യൽ പോലീസ് കമ്മീഷണറായിരുന്ന ആൾ, അവിടെ സത്യസന്ധമായ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ, IPS റാങ്കുള്ള ഒരാള് ഭരണകൂടത്തോ ഒപ്പം നിന്നാൽ എന്തെല്ലാം കിട്ടും. ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയനെ സഹായിക്കുന്ന IPS ഉദ്യോഗസ്ഥരെ നാം കണ്ടിട്ടില്ലേ? നമ്മള് ബംഗാളിലൊന്നും പോയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ എറണാകുളത്തെ മെട്രോയുടെ ചാർജാണ്. ഇതെല്ലാം കോടികൾ അദ്ദേഹം മാസം എടുത്തോണ്ടിരിക്കുക. മറ്റൊരാൾ KM എബ്രഹാം, മുൻ ചീഫ് സെക്രട്ടറി, ഇപ്പോ അയാൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അയാൾക്കെതിരെ ഹൈക്കോടതിയിൽ വിമർശനം വന്നു. പക്ഷെ എന്താ അവരെയൊക്കെ സംരക്ഷണത്തിൽ എന്താ ഇവരുടെ പണി? ഇവർക്കൊക്കെ മാസങ്ങൾ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, കോടികൾ കിട്ടുന്നുണ്ട്, നമ്മുടെ നികുതിപ്പണം. ഇത് തന്നെയാണ് ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ കിട്ടുമായിരുന്ന ആ മനുഷ്യനെ, പോലീസ് ഉദ്യോഗസ്ഥനെ ജയിലിലിട്ടിരിക്കുന്നു. അമിത്ഷയ്ക്കെതിരെ ആ ഇസ്രത് ജഹാൻ കൂട്ടക്കൊലക്കേസിൽ മൊഴി പറഞ്ഞു. സ്വഭാവഗീൻ കേസിൽ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ മൊഴി പറഞ്ഞു. സത്യസന്ധമായി മൊഴി പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥൻ ഇന്ന് 8-9-10 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. നിങ്ങൾക്കറിയുമോ? VD മൻസാരെ നിങ്ങൾക്കറിയുമോ? മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഐഡിയായിരുന്ന ആളാണ് ഗുജറാത്തിലെ. എന്തിനാ മലയാളിലെ RB ശ്രീകുമാർ എന്തെല്ലാമാണ് അനുഭവിച്ചത്? കേരളത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ MAക്ക് എക്കണോമിക്സ് റാങ്ക് വാങ്ങിച്ചുകൊണ്ട് IPSലേക്ക് പോയ RB ശ്രീകുമാർ കഴിഞ്ഞ 15 വർഷമായി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവരൊന്നും മുസ്ലിങ്ങളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിന് അനുകൂലമല്ലാത്ത മുഴുവൻ ആൾക്കാരെ കൊന്നൊടുക്കാൻ കഴിയുന്ന ഒരു സൈനിക വ്യൂഹത്തെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന് കഴിയില്ല. കാരണം തിരക്ക് ചെല്ലുമ്പോൾ അവരാരുമല്ല. വേടൻ തിരക്ക് ചെന്നാൽ കുഴപ്പമില്ല, കാരണം വേടൻ ആരുമില്ല. വേടനെ പിടിക്കാൻ എളുപ്പമാണ്, കറുത്ത നിറമാണ്. പക്ഷെ ചെല്ലിനെ പിടിക്കാൻ കഴിയില്ല. ഈ നിലയിലേക്ക് ഇന്ത്യൻ സംവിധാനം പോകുമ്പോൾ
RSSന്റെ സൈനിക വ്യൂഹത്തെ, RSSന്റെ സൈനിക സമാന്തരമായ സൈനിക വ്യൂഹത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ കീഴടക്കാമെന്നാണ് സംഘപരിവാർ വ്യാമോഹിക്കുന്നെങ്കിൽ ആ വ്യാമോഹം അങ്ങ് കൂട്ടിവെച്ചാൽ മതി എന്ന് പറയുന്ന ആർജവമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നത്. സുപ്രീം കോടതിയിലെ ഹർജിക്കാർ കൂടിയാണ് ഞങ്ങൾ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നു. ജീവിക്കാനുള്ള അന്തിമമായ സമരത്തിന്, മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിന്, ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായ പോരാടാൻ, ഭാവി തലമുറയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എങ്കിൽ ഏതെങ്കിലും ജയിലറ കണ്ട്, ഏതെങ്കിലും തൂക്കുമരം കണ്ട്, ഏതെങ്കിലും ഭീഷണി കണ്ട് മുട്ടുമടക്കുന്ന പാർട്ടിയല്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ നാളെ നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് പ്രവേശിച്ചാൽ ഈ രാജ്യത്ത് വീണ്ടും അനുമതിയില്ലാത്തവരായി, അഭിമാനമില്ലാത്തവരായി, അന്തസ്സില്ലാത്തവരായി നമ്മൾ മാറുന്നു. യു പ്രൗഡ് യുവർ ഐഡന്റിറ്റി എന്ന് ഹിറ്റ്ലർ അവിടുത്തെ ജൂതന്മാർ, അവിടുത്തെ ആര്യന്മാരോട് പറഞ്ഞു. ആര്യനൈസേഷൻ കാലഘട്ടത്തിൽ ഇവിടെ ബ്രാഹ്മണിസമാണ്, ഇവിടെയും ആര്യനാണ്. അതായത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? ആര്യനാണ്, ആര്യൻ രക്തമാണ്, വംശശുദ്ധിയുടെ രക്തമാണ്. അതിന്റെ സിദ്ധാന്തമാണ് ഇന്ത്യയിൽ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ആര്യനിസവും ഇവിടുത്തെ ആര്യനിസവും തുല്യരാണ്. അത് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ഇടതുപക്ഷക്കാർക്ക് കഴിയണം, രാജ്യത്തെ പിന്നോക്ക സമൂഹങ്ങൾക്ക് കഴിയണം, ഇന്ത്യയിലെ കോൺഗ്രസിന് കഴിയണം, മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ചപ്പടാച്ചികൾ കാണിച്ചുകൊണ്ട് പാർലമെന്റിൽ പോയി എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ വന്ന് സ്വസ്ഥമായി ഇരിക്കാം എന്നത് ഒരു വ്യാപകം മാത്രമാണ്. ബുൾഡോസർ കൈകളുമായി രാജ്യത്തവർ വരും. ഞാനിത് പറയാൻ കാര്യം, 2014 തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതികളുടെ ഭാഗത്തിൽ പാട്ടുണ്ടായിരുന്നു, മോഡി വരുന്നേ മോഡി വരുന്നേ. 2014 മെയ്യിലാണ്. അന്ന് ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ചോദിച്ചു, കോൺഗ്രസ്സുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾ ബേജാറാക്കുന്നത്? നിങ്ങൾ 5 വർഷമായാലും പാർട്ടിയല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ഇന്ത്യൻ രാഷ്ട്രീയം അറിയാം? 2014 പാർലമെന്റ് ഓടി വിളിച്ച് മോഡി വരുമോ എന്നാ ചോദിച്ചത്. പക്ഷേ മോഡി വന്നു 2014. ഇത് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നേരത്തെ കാണാൻ കഴിയുന്ന, ദീർഘദൃഷ്ടിയോടെ പ്രകടനമായി സമീപിക്കാൻ കഴിയുന്ന ഒരു ആശയ സംഹിതമാണ് സാമൂഹ്യ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് പ്രകടനമായി ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യം ഹിന്ദുത്വ മൂശയിലേക്ക് പോകാൻ പോകുന്നു. അവിടെ നമ്മളിനി ലക്ഷണങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടനയായി ഇന്ത്യ രാജ്യത്ത് അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ തിണ്ണബലത്തിൽ ഇന്ത്യ രാജ്യത്ത് അവർ ഭീകരമായ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അതിനുള്ള ആദ്യത്തെ അവസാനത്തെ ഒരു ചുവടുവെപ്പാണ് ഈ ഭീകര നിയമം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ, ഈ RSS പദ്ധതിക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ, തെരുവുകളിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ആരെയും വിട്ടുകൊടുക്കുന്നതല്ല, ആരെയും ഇങ്ങനെ ഇൻക്ലൂസ് ചെയ്യുന്നതാണ്, എക്സ്ക്ലൂഡ് അല്ല എന്ന് പറയാൻ, പുറന്തള്ളുന്നതല്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന. ഏതെങ്കിലും സമൂഹത്തെ, ഏതെങ്കിലും വിഭാഗത്തെ, ഏതെങ്കിലും ജാതികളെ വർണ്ണത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ പുറന്തള്ളുന്നതല്ല, ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ എന്ന് പറയാൻ തെരുവുകളിൽ നമുക്ക് ഉജ്ജ്വലമായ സന്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രക്ഷോഭങ്ങൾ നയിക്കേണ്ടതുണ്ട്, ജാഥ നയിക്കേണ്ടതുണ്ട്. രാജ്യത്തെ പോരാട്ടത്തിന് ശക്തമായി മുന്നോട്ട് വരാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരുക്കമാണ്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഇല്ല, ഈ ഭീകര നിയമത്തെ ഞങ്ങൾ അനുസരിക്കില്ല, ഈ നിയമത്തിൽ ഞങ്ങൾ ഇന്ത്യയെ വിട്ടുകൊടുക്കില്ല. അത് പിൻവലിക്കും വരെ അതിശക്തമായ പ്രക്ഷോഭത്തിന് രാജ്യം ഒരുക്കണം. ആ ഒരുക്കത്തിലേക്ക് ജനാധിപത്യവാദികൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ എന്റെ കേട്ടിരുന്നവർക്ക് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് ഡെമോക്രസി.